Hi friends, welcome back to new vlog. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ ഇവിടെ ലിങ്കണിൽ സാൻഡാർ ആണെന്നുള്ള ഇവൻ്റ് നടക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. Fire went out, lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world, broken but strong. നമ്മൾ ഇന്നലെ പോയ റൂട്ടിൽ കൂടി തന്നെയാണ് ഇന്നും പോകുന്നത്. അപ്പോൾ വഴിയിലൊക്കെ ഇങ്ങനെ കാണാം നമുക്ക് സാൻഡന്മാരെ ഇങ്ങനെ പപ്പാനീൻ്റെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് നടന്നു പോകുന്നത്. അവിടെ ഒരു 2000-ഓളം സാൻഡന്മാരുണ്ടാവുമെന്നാണ് പറയുന്നത്. അവർ അവിടെ നിന്ന് ലിങ്കൺ കത്തീഡ്രൽ പള്ളി അല്ലെങ്കിൽ ആ കാസിൽ സ്ക്വയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ ലിങ്കണിലത്തെ പല റോഡുകളിൽ കൂടി ഓടും. അതങ്ങനെ ഒരു ഇവൻ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ, നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം. തുടങ്ങിയിട്ടുണ്ടാവില്ലെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ 11 മണിയായി. 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. ഞാനാണെങ്കിൽ ഇന്ന് ലേറ്റ് ആയിപ്പോയി. ഇന്നിപ്പോൾ ഒറ്റയ്ക്കാണ്ടോ ഞാൻ, അവൾ കൂടെയില്ല. അവൾക്ക് വയ്യാത്തതുകൊണ്ട് അവൾ റൂമിൽ തന്നെയാണ്. ഓടി പെട്ടെന്ന് വന്നുകൊണ്ടേ നല്ലോണം അണച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെ പഴയ ആ ഒരു കയറ്റം കയറാനുണ്ട് കേട്ടോ. ആ കയറ്റം കയറി എത്തുമ്പോഴേക്കും ഒരു നേരവും കണ്ടോ, മണിയൊക്കെ അടിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ മാക്സിമം ചെറുതാക്കണമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ വിഷ്വൽസ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലായിപ്പോയി. എന്തായാലും ഞാൻ പറ്റുന്നത്രയൊക്കെ ക്രോപ്പ് ചെയ്തിട്ടാണ് ആ വീഡിയോ ഇടാൻ നോക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ മാക്സിമം ചെറുതാക്കാൻ നോക്കാം. കാരണം ഇന്നിപ്പോൾ പ്രത്യേകം നമ്മൾ വേറെ ഒന്നും കവർ ചെയ്യുന്നില്ല. ഉള്ളി സാൻഡർ റൈഡ് മാത്രം കവർ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറ്റൊക്കെ കയറാൻ. ഗൈസ് ഇങ്ങോട്ട് വന്നപ്പോൾ സാൻഡർ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന്. ആ മണിയടി അതിൻ്റെ തന്നെയായിരുന്നു. വഴിയിൽ നമുക്ക് കാണാം കേട്ടോ ഒരുപാട് സാൻഡാസ് പോകുന്നത്. എന്നാലും നമുക്ക് അവരുടെ പുറകെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പട്ടികളൊക്കെ ഉണ്ട്. പട്ടികളൊക്കെ സാൻഡിനെ പോലെ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പട്ടികളെ അതുപോലെ തന്നെ കൊച്ചുങ്ങളെ കുട്ടികളെ കൊണ്ട് തന്നെ വണ്ടികളൊക്കെ അലങ്കരിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഡോഗ്സിനൊക്കെ ഉണ്ടോ. ഇതിങ്ങനെ മോളിൽ നിന്ന് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പട്ടിനെ ഞാൻ എവിടെയോ ഒരു കണ്ടിട്ടുണ്ട്. ഈ ലിങ്കണിൽ തന്നെ എന്തോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ. അതിന് കാലില്ല, അപ്പോൾ അതിന് പറഞ്ഞാൽ അതിന് ടയർ പിടിപ്പിച്ച് കൊടുത്തേനെ കേട്ടോ. ഏകദേശം അത് സ്റ്റാർട്ടായി അവിടെ നിന്ന്. നമുക്ക് ലേറ്റായി പോയി. അവിടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഇവരുടെ പുറകെ പോകാം. എന്തോരം പോകുന്ന നോക്കാമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായവരൊക്കെ ഒന്ന് മാറിയിരിക്കുന്നൊരു പരിപാടിയില്ല കേട്ടോ. ഇവരെല്ലാവരും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. വയസ്സായവരടക്കം ഇതിൽ പങ്കെടുത്തിട്ടാണ് ഇതിങ്ങനെ ഇത്രയും ആക്റ്റീവായിട്ട് പോകുന്നത്. വയസ്സായവർ അങ്ങനെ മാറി നിൽക്കില്ല. അവർ ഈ സൊസൈറ്റീൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ മത്സരങ്ങളിലും പ്രായമൊന്നും നോക്കാതെ മത്സരിക്കും. അതുപോലെ ഇവർ നല്ല ചുറുചുറുക്കോടെ നല്ല സ്മാർട്ട്നെസ്സോടെ കേട്ടോ എല്ലാത്തിലും പങ്കെടുക്കുന്നത്. നമുക്ക് പറ്റിയ അബദ്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റായി പോയി എണീക്കാനായിട്ട്. അതുകൊണ്ട് ഇത് സ്റ്റാർട്ടിങ് പോയിൻ്റ് മുതൽ നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ പുറകെ കൂടി ഇങ്ങനെ നടന്നു പോകുന്നേനെ. ഞാൻ ലാസ്റ്റായിട്ട് നടന്നു പോകുന്നുണ്ട്. പറ്റുമെങ്കിൽ നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യാം നല്ല സ്പീഡിൽ നടന്നിട്ട്. ഇത് നമ്മുടെ ആ ഒരു കാസിലിൻ്റെ വേറൊരു ഭാഗം കേട്ടോ. മനുഷ്യരെക്കാളും കൂടുതൽ പട്ടികളാണെന്ന് തോന്നുന്നു. എല്ലാവരുടെയും കയ്യിൽ പട്ടികളുണ്ടോ. ഇപ്പോൾ നിങ്ങളപ്പുറത്ത് കാണുന്നത് നമ്മളുടെ ആ ഒരു കാസ്റ്റിലില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ആ കാസ്റ്റിലിൻ്റെ ഭാഗമാണ്. അതിപ്പോൾ കാണാം കേട്ടോ എത്ര ഹൈറ്റിലാണ് അത് വെച്ചേക്കണമെന്നുള്ളത്. പണ്ടൊക്കെ യുദ്ധത്തിലെ സമയത്തൊക്കെ ഒരു അഡ്വാൻറ്റേജൊക്കെ കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ആളുകളുടെ ഭാഗത്ത് നല്ല സഹകരണം കേട്ടോ. റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ വണ്ടികളൊക്കെ ഇറക്കാതെ എല്ലാവരും നല്ല രീതിക്ക് സഹകരിക്കുന്നുണ്ട്. അതുപോലെ പോലീസുകാരും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
നമ്മളിപ്പോൾ നടന്നിട്ട് ഇപ്പോൾ കാസ്റ്റിൽ ചുറ്റിക്കറങ്ങി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ എത്തും. കുറേ പേരൊക്കെ ഷോർട്ട് കട്ട് പിടിച്ചിട്ട് ഓടുന്നുണ്ട്. ഈ വണ്ടി കൊള്ളാല്ലേ, പിള്ളേരെ കൊണ്ടുവന്നുകൊണ്ട് നൈസായിട്ടുണ്ട്. പിള്ളേർ അതിലേത് സുഖമായിട്ട് പോകുന്നു. നമ്മുടെ വോഡാഫോൺ പട്ടിയുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ ഓട്ടമാണ് പിള്ളേരെ കൊണ്ടൊക്കെ. സമ്മാനം അടിക്കാനുള്ള പരിപാടിയായിരിക്കും. അതുപോലെ തന്നെ ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് നിൽക്കുന്നുണ്ട്. ഷാർജയിലുള്ളപ്പോൾ നടപ്പ് ഒരു ശീലമാക്കിയതുകൊണ്ട് തന്നെ ഈ ഒരു നടപ്പൊന്നും പ്രശ്നമല്ല കേട്ടോ. ഷാർജയിൽ വെച്ച് ഞാനും ഫ്രണ്ടും കൂടി 20 കിലോമീറ്റർ ഒരു ദിവസം നടന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. നല്ലൊരു എക്സ്പീരിയൻസുമാണത് നടക്കൽ. പൊതുവെ നടക്കാൻ ഇഷ്ടമാണ്, കാഴ്ചകൾ കാണാമല്ലോ. നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് കാസ്റ്റിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രൈസ് കൊടുക്കുക എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും നമുക്ക് അതും കൂടി നമുക്ക് കണ്ടിട്ട് പോകാം. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് 2000-ന് കൂടുതൽ ആളുണ്ടെന്ന് എനിക്ക് തോന്നണം. കാരണം 4000 നമ്പറൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇപ്പം നടന്നിട്ട് ഞാൻ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് എത്തുന്നില്ല. എൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഞാൻ ഓടേണ്ട വരും മിക്കവാറും ഇവരെ കവർ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ നമ്മളുടെ കത്തീഡ്രൽ പള്ളി കാണാം കേട്ടോ. ഇപ്പോൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ അധികം ദൂരം ഇല്ല വിചാരിച്ച പോലെ. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അധികം ദൂരം എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. പള്ളി ചുറ്റി വരുന്ന പോലെ, ഒരു പ്രദക്ഷിണം ചുറ്റുന്ന പോലെയാണ് കേട്ടോ. ടിപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് കൊള്ളാല. അയാളും വലിച്ചോണ്ട് പട്ടി പോകുന്നതിന് അയാൾക്കൊരു സപ്പോർട്ടായി. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എത്തിയിട്ടുണ്ട് നമ്മുടെ. ഇത് തന്നെയായിരിക്കും ഫിനിഷിംഗ് പോയിൻ്റ്. മാരത്തണാണല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫിനിഷിംഗ് പോയിൻ്റ്. അപ്പോൾ നമ്മളും ഫിനിഷിംഗ് പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇനി ലാപ്പ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം നമുക്ക്. ചിലപ്പോൾ ഇതായിരിക്കും ലാസ്റ്റ്. അപ്പോൾ ഇവിടെ എന്തോ അനൗൺസ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്ര ഉള്ളൂ കേട്ടോ. മെഡൽ കിട്ടിയല്ലോ കംപ്ലീറ്റ് ചെയ്തോ. Are you ready for the week on Sunday? He's not. Oh dear. Looks like I'll have a new range. Bit worrying that. Merry Christmas! Merry Christmas! We'll have to do it next year. Good boy. I like that one. അപ്പോൾ ഇവർക്ക് വെള്ളവും ചിപ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓ സൂപ്പർ ജാമട്ടപ്പാട്. എന്തോരം സാൻഡാന്ന് നോക്കി.
മൊത്തം സാൻഡന്മാരെ കൊണ്ട് നിറഞ്ഞു. Did you enjoy that? Yes. And would you do it again? Yes. Well done. Very well done. Congratulations to your team. Just gonna get some water. You've done it. And will you do it again next year? Well done, young man. Well done. Hello. Have you been good? Oh no. Oh. Not sure. Very sure. Have a lovely Christmas. Merry Christmas. Oh, Mr. Mayor. Big cheers, they cross the line. ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. ഈ അനൗൺസ്മെൻറ്റ് അവിടെ നിന്നാണ് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എവിടെയാണെന്നുള്ളത്. അവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതുപോലെ നമ്മളും ഇതിൻ്റെ ഒപ്പം തന്നെ ഓടിയെത്തിയിരുന്നു. പക്ഷെ നമ്മൾ യൂണിഫോം മറ്റേ ഇത് സാൻഡേൻ്റെ ഡ്രസ്സ് ഇടാത്തതുകൊണ്ട് നമുക്ക് മെഡലൊന്നും കിട്ടിയില്ല. ഇതായിരുന്നല്ലോ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. നമുക്ക് ഇത് കാണാൻ പറ്റിയില്ല. എന്തായാലും ഞാനൊന്ന് കാസ്റ്റലിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അവിടെ ഇങ്ങോട്ട് ഒന്ന് കയറിയിട്ട് നമുക്ക് വരാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നല്ലൊരു പുൽക്കൂട് കണ്ടോ, ക്രിബ് സെറ്റ്. എല്ലാവരും കൂടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. അവർക്കെന്തോ കപ്പൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഈ ഒരു സമയത്ത് എവിടെ നോക്കിയാലും സാൻഡന്മാരാണ്. നമ്മുടെ കാസ്റ്റലിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇന്നലെ കണ്ട ഇതൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. എല്ലാവരും പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഈ ഒരു സാൻഡ റണ്ണായിരുന്നു നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ നോക്കിയത്. ഇന്നലത്തെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയി. ഇപ്പോൾ ഇവിടുത്തെ ആഘോഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. നല്ല രീതിക്ക് ആഘോഷിക്കുന്നുണ്ട് ഇവർ ക്രിസ്മസ്. നല്ല എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വയസ്സായവരും അതുപോലെ പിള്ളേരും മൃഗങ്ങളടക്കം ആനിമൽസ് അടക്കം പെറ്റ്സ് അടക്കം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാനായിട്ട് മൊത്തത്തിൽ നല്ല രസമുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് ഇതൊക്കെ ആഘോഷിച്ച് പോകുന്നത്. ഈ പപ്പനെ കണ്ടിട്ട് കറക്റ്റ് പപ്പാനിയെ പോലെ ഇരിക്കണല്ലേ. കറക്റ്റ് ആ ഒരു ലുക്ക് കൊള്ളാം. ഇപ്പം എല്ലാവരും കഴിഞ്ഞ് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ എന്തോ പ്രധാനപ്പെട്ട ആരൊക്കെയുണ്ടോ, അവർക്കൊരു പ്രത്യേക മെഡലൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു അനൗൺസ്മെൻറ്റ് എവിടെ നിന്ന് കേൾക്കണമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ അകത്തുനിന്നാണോ? റോബോട്ട് മാൻ. Lucy, Ollie, wait a minute. Somebody said they are 50. We did 30.
നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കരോളാണ് കേട്ടോ പിള്ളേർ. അപ്പോൾ ടിപ്പിടാൻ പറ്റുന്ന ബക്കറ്റൊക്കെ ആയിട്ട്. നമ്മളെപ്പോലെ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചു പോണേണ്. ഇവിടുത്തെ ഈ ഒരു ഇവൻറ്റ് സാൻഡ് റൺ എന്നുള്ള ഇവൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇവൻറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. നമുക്കെന്തായാലും ഓൺലൈനൊക്കെ നോക്കാം ഇങ്ങനെ ഇവൻറ്റ് ഉണ്ടോ എന്നുള്ളത്. ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. നമുക്കെന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, സീ യു, ബൈ. You're living in this cruel world, broken but strong, gotta move on. You're not a bakery of life, equip my soul, find the real